നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിൽ ബാലചന്ദ്രകുമാറിന്റെ നിർണായക മൊഴി. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർ, പോലീസ്, SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഒക്കെ കൂടെ മുക്കിയ ഒരു മൊഴി, അല്ലെങ്കിൽ അത് അന്വേഷിക്കാത്ത ഒരു മൊഴി, വളരെ പ്രധാനപ്പെട്ട മൊഴിയാണ്. ആ മൊഴിയിൽ പറയുന്നത് ദിലീപുമായി ബന്ധപ്പെട്ട ഈ കേസിനകത്ത് നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ അത് ലാൽ മീഡിയയിൽ എത്തി എന്നാണ് ബാലചന്ദ്രകുമാറിന്റെ മൊഴിയുള്ളത്. ലാൽ മീഡിയയിൽ ഈ ദൃശ്യങ്ങൾ എത്തിയെന്നും അവിടെ നിന്ന് ഈ ദൃശ്യങ്ങളിലെ ശബ്ദം എൻഹാൻസ് ചെയ്തു എന്നുമാണ് പറയുന്നത്. അതായത് എൻഹാൻസ് ചെയ്യേണ്ട സാഹചര്യം എന്ന് പറയുന്നത് ഈ വീഡിയോയ്ക്കകത്ത് വളരെ പരിമിതമായ തരത്തിലുള്ള ശബ്ദ ശകലങ്ങളാണ് ഉള്ളത് എന്നും അത് കുറച്ചുകൂടി വ്യക്തമായി കേൾക്കാൻ വേണ്ടിയാണ് ലാൽ മീഡിയയിൽ എത്തിച്ച് ഈ ശബ്ദ ശകലങ്ങൾ എൻഹാൻസ് ചെയ്തത് എന്നും ബാലചന്ദ്രകുമാറിന്റെ മൊഴിയിൽ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോലീസോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരായിട്ടുള്ള ബൈജു പൗലോസ്, സന്ധ്യ, ജോർജ് തുടങ്ങിയ ആളുകളൊന്നും തന്നെ ആ വഴിയിൽ അന്വേഷണം നടത്തിയില്ല എന്നുള്ളത് ഏറെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. നമുക്കറിയാം, ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഈ ദൃശ്യങ്ങൾ നേരെ ലക്ഷ്യയിലേക്ക് എത്തി. അതായത് കാവ്യ മാധവന്റെ സ്ഥാപനമായിട്ടുള്ള ലക്ഷ്യയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ വലിയ തരത്തിൽ ചർച്ചകൾ നടത്തിയതാണ്. ആ ചർച്ചകൾക്കൊടുവിൽ കേസ് കോടതിയിലെത്തിയപ്പോൾ ആ ഒരു സംഭവത്തെ പറ്റി, അഥവാ ലക്ഷ്യയിലേക്ക് ഈ മെമ്മറി കാർഡ് എത്തിച്ചു നൽകി, ഈ ക്ലിപ്പ് എത്തിച്ചു നൽകാൻ വേണ്ടി അവിടേക്ക് എത്തി എന്ന കാര്യം പോലും പൊളിഞ്ഞടുങ്ങിയതാണ് കോടതിയിൽ. അത് അല്ലെങ്കിൽ പ്രതിഭാഗം പൊളിച്ചടുക്കിയതാണ്. കൃത്യമായി CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ മൊഴിയെടുക്കുന്നു, എങ്ങനെയാണ് ലക്ഷ്യയിലേക്ക് അവർ എത്തിയത് എന്നുള്ള കാര്യങ്ങൾ നോക്കുന്നു. തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ ആ ഒരു സംഗതി തന്നെ അവിടെ പൊളിച്ചതാണ്. കള്ളമായിരുന്നു എന്നുള്ള കാര്യവും കൃത്യമായി കോടതി വിധിയിലൂടെ പറയുന്നുണ്ട്. പക്ഷേ ഈ പൾസർ സുനിയുടെ കൃത്യമായ മൊഴി, ഈ പറയുന്ന മെമ്മറി കാർഡ് അല്ലെങ്കിൽ ഇത് നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ, അതിലെ ശബ്ദം വളരെ കുറഞ്ഞു പോയത് കൊണ്ട് അത് ലാൽ മീഡിയയിൽ എത്തിച്ച് അത് എൻഹാൻസ് ചെയ്തു, ശബ്ദം ബൂസ്റ്റ് ചെയ്തു എന്ന് പറയുന്ന ഒരു മൊഴിയെ, നിർണായകമായിട്ടുള്ള മൊഴിയെ എന്തുകൊണ്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഈ പറയുന്ന അന്വേഷണ സംഘം ഇതിനെ റിജക്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ ആ വഴിക്ക് അന്വേഷിക്കാതെ പോയത് എന്നുള്ളത് വളരെ പ്രധാനമായ കാര്യമാണ്. മാർട്ടിന്റെ വെളിപ്പെടുത്തൽ, മാർട്ടിൻ ഈ സംഭവത്തിന് ശേഷം നടത്തിയ ചില വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നു. ആ വെളിപ്പെടുത്തലിൽ പറയുന്നത് ലാലിന്റെ മകനും സംഘവും ചേർന്ന് നടത്തിയിട്ടുള്ള കൃത്യമായ ഒരു പ്ലാനിങ് ആയിരുന്നു ഇത് എന്ന് പറയുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ലാലിന്റെ മകനുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും ഇതിൽ പറയുന്നുണ്ട്. ഇപ്പോ ഈ വിഷയങ്ങളുമൊക്കെ ബന്ധപ്പെട്ട ലാലിന്റെ മകനെതിരെ മുമ്പ് ഒരു സിനിമാ സെറ്റിൽ വെച്ച് ഒരു നടി, സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് നൽകിയിട്ടുള്ള ഒരു പരാതി, ലൈംഗിക പീഡനത്തിന് തുല്യമായിട്ട് നിൽക്കുന്ന, മോശമായി പെരുമാറി എന്ന രീതിയിലുള്ള ഒരു പരാതി ലാൽ ജൂനിയറിനെതിരെ കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ലാൽ ജൂനിയറിനെതിരെ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ എന്തുകൊണ്ട് അന്വേഷണം നടത്തുന്നില്ല, ലാലിനെതിരെ എന്തുകൊണ്ട് ഇപ്പൊ ഒരു സംഭവം നടക്കുന്നു. ആ സംഭവം നടക്കുമ്പോൾ അതിൽ ഏറ്റവും വലിയ സാക്ഷിയായിട്ട് കൊണ്ടുവരേണ്ടത് ആരെയാണ്? ലാലിനെയാണ് കൊണ്ടുവരേണ്ടത്. ഇവിടെ ഈ പറയുന്ന കേസിനകത്ത് നേരെ ഈ പറയുന്ന ആക്രമിക്കപ്പെട്ട നടിയെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് ലാലിന്റെ വീട്ടിലാണ്. ലാലിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് എത്തിക്കുമ്പോൾ തന്നെ അതിൽ തന്നെ ചില സംശയങ്ങൾ വരുന്നുണ്ട്. കാരണം ഈ പൾസർ സുനിയോടൊപ്പം നടിയെ ആക്രമിക്കാൻ വേണ്ടി നിന്ന ആളാണ് മാർട്ടിൻ. അങ്ങനെ നടിയെ ആക്രമിക്കാൻ കൂട്ടുനിന്ന മാർട്ടിൻ നേരെ നടിയെ എവിടെ കൊണ്ടുപോയി വിടുകയാണ്? ലാലിന്റെ വീട്ടിൽ കൊണ്ടുപോയി വിടുന്നു, എന്നിട്ട് അവിടെ നിൽക്കുന്നു. സാമാന്യ ബോധത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ, ഏതെങ്കിലും ഒരാളെ ആക്രമിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതല്ലാതെ നേരെ ലാലിന്റെ വീട്ടിൽ പോയി നിൽക്കാൻ ആരെങ്കിലും ശ്രമിക്കുമോ? ഈ പറയുന്ന ആക്രമിക്കപ്പെട്ട നടി സ്വാഭാവികമായിട്ടും ചൂണ്ടിക്കാണിക്കുമല്ലോ, ഇയാളാണ് എന്നെ ആക്രമിക്കാൻ കൂട്ടുനിന്നത് എന്ന് പറയുകയും അറസ്റ്റിലാവുകയും ചെയ്യുമെന്നുള്ളത് ഏതൊരു മനുഷ്യനും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ എടുക്കാം. അതായത് പൾസർ സുനിയും സംഘവും ഈ അതിക്രമം നടത്തിയതിനു ശേഷം അവർ ആ സ്ഥലം വിട്ടു പോയി. അത് നമുക്ക് മുഖവിലക്കെടുക്കാം. പക്ഷേ ഈ പറയുന്ന മാർട്ടിനോട് ഈ നടിയെ ലാലിന്റെ വീട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി പറഞ്ഞത് ആരാണ്? എന്തുകൊണ്ടാണ് ലാലിന്റെ വീട്ടിന് മുമ്പിൽ തന്നെ ഈ നടിയെ കൊണ്ടുപോയി വിടുന്നത്? ഇത് വലിയ ചോദ്യമാണ്. ഇനി എന്തെങ്കിലും ഒരു കാരണവശാൽ ഇപ്പൊ നടിയുമായി ബന്ധപ്പെട്ട് വലിയ സൗഹാർദ്ദത്തിൽ ലാൽ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ലാലിന്റെ മക്കളും അതുപോലെ ആളുകളും ഒക്കെ ഈ നടിയുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്, അവിടെ കൊണ്ടുവന്ന് വിടാൻ വേണ്ടിയാണ് പറഞ്ഞത് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ തന്നെ മാർട്ടിനോട് എന്താണ് പറയുക? ലാലിന്റെ വീടിന് മുമ്പിൽ നടിയെ ഇറക്കി വിടുക, എന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതല്ലേ പറയുക. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താ? ഇവിടെ സംഭവിച്ചത് ആക്രമിക്കപ്പെട്ട നടിയെയും അതുപോലെ തന്നെ മാർട്ടിനെയും
ഒരുമിച്ചാണ് ലാലിന്റെ വീട്ടിലേക്ക് പോകുന്നത്. അത് എങ്ങനെയാണ് സംഭവിക്കുക? ആക്രമിക്കപ്പെട്ട നടിയും ഒരു ആക്രമിച്ച വ്യക്തിയും കൂടെ എങ്ങനെയാണ് ഒരു സ്ഥലത്ത് ഉണ്ടാവുക എന്ന ചോദ്യമുണ്ട്. ഇതിൽ ലാല് പറയുന്ന പ്രധാന കാര്യമുണ്ട്. ഇതിലെ ഡ്രൈവർ, പിന്നീട് പോലീസും കേസുകളൊക്കെ വന്ന സമയത്ത് ഡ്രൈവർ എനിക്ക് വല്ലാതെ വേദനിക്കുന്നുണ്ട്, അതായത് മാർട്ടിൻ പറയുന്നുണ്ട്, എനിക്ക് വയറ് വല്ലാതെ വേദനിക്കുന്നുണ്ട്, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് അങ്ങനെ പോവണ്ട എന്ന് പറഞ്ഞത് എന്നൊക്കെ ലാല് പറയുന്നുണ്ട്. അതിൽ തന്നെ പല സംശയങ്ങളാണ് വരുന്നത്. ഏതെങ്കിലും ഒരാൾ സാമാന്യ യുക്തിയുടെ മാത്രം ബോധ്യത്തിലെടുത്ത് പരിശോധിച്ചാൽ ക്രൈം ചെയ്തിട്ടുള്ള ഒരാൾ ആ ക്രൈം ചെയ്ത വ്യക്തിയെയും കൂട്ടി ഒരു വീട്ടിലേക്ക് പോയി അവിടെ പോലീസ് വരുന്നത് വരെ കാത്തു നിൽക്കുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. അതായത് ക്രൈം ചെയ്ത വ്യക്തി അറിയാതെ, വിക്ടിമായിട്ടുള്ള വ്യക്തി അറിയാതെയാണ് ഈ ക്രൈം ചെയ്തതെങ്കിൽ അയാൾക്ക് അവിടെ നിൽക്കാം. പക്ഷെ വിക്ടിമായിട്ടുള്ള വ്യക്തി, അതായത് ഈ പറയുന്ന അതിജീവിത കൃത്യമായി കണ്ടതാണ് ഇതിൽ ആരൊക്കെയാണ് ഉള്ളത് എന്ന്. അങ്ങനെയുള്ള അതിജീവിത ഇതൊക്കെ അറിയുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ മാർട്ടിനെ ലാലിന്റെ വീട്ടിലേക്ക് എത്തിച്ചത്? ഇത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് ലാൽ മീഡിയയിൽ ദൃശ്യങ്ങൾ എത്തിച്ചു. എന്തിനു വേണ്ടിയാണ് ലാൽ മീഡിയയിൽ ദൃശ്യങ്ങൾ എത്തിച്ചത്? ആരാണ് ലാൽ മീഡിയയിൽ ദൃശ്യങ്ങൾ എത്തിച്ചത്? അവിടെ ഇത് എൻഹാൻസ് ചെയ്തു എന്ന് പറയുന്ന പൾസർ സുനിയുടെ മൊഴി എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? അതിന്റെ പുറകിൽ ആരായിരുന്നു? അവിടെ നിന്ന് ദൃശ്യങ്ങൾ എങ്ങോട്ടാണ് പോയത്? ഈ കോടതി വിധി എടുത്ത് പരിശോധിക്കുമ്പോൾ ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും കോടതി സംശയത്തിന്റെ രൂപത്തിൽ ചോദിക്കുന്നുണ്ട്. ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയെ വളരെ കൃത്യമായി എണ്ണി എണ്ണി പറയുന്ന കോടതിയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. നോക്കൂ, ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പറയുന്ന കേസിനകത്ത് അതിജീവിതയോട് വലിയ തെറ്റ് ചെയ്തിരിക്കുന്നത് ആരാണ്? അതിജീവിതയോട് തെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ പ്രോസിക്യൂഷനും പോലീസുമാണ്. പോലീസ് വലിയൊരു കേസ് ഫ്രെയിം ചെയ്ത് അതിൽ ദിലീപിനെ പെടുത്താൻ ആവശ്യമായ കള്ള തെളിവുകൾ ഉണ്ടാക്കി ഫ്രെയിം ചെയ്ത് ദിലീപാണ് ഈ കേസ് കൈകാര്യം ചെയ്തത്, അല്ലെങ്കിൽ ഇത് കൊട്ടേഷൻ കൊടുത്തത് എന്ന് അതിജീവിതയെ വരെ പറഞ്ഞ് പറ്റിച്ചോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ സംശയം. കാരണം അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇല്ലെങ്കിൽ ഒരാൾക്കെതിരെ എന്തിനാണ് കേസ് ഫ്രെയിം ചെയ്യുന്നത്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തത്, കള്ളത്തെളിവുകളുടെ ഘോഷയാത്രകൾ മുഴുവൻ കോടതിയിൽ പൊട്ടിപ്പൊളിയുന്നു. ഒരാൾക്കെതിരെ തെളിവുകൾ കൊണ്ടുകൊടുക്കുമ്പോൾ ആ തെളിവുകൾ സത്യസന്ധമായിരിക്കണം. ഒരാൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെളിവുകൾ സത്യസന്ധമായിരിക്കും. പക്ഷെ ഇവിടെ കള്ളത്തെളിവുകൾ, ഇല്ലാത്ത തെളിവുകൾ, നുണകൾ, ഇതൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കോടതി കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഷെയിംലെസ് അറ്റംപ്റ്റ് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അങ്ങനെ നാടൻകെട്ട പണി എന്ന് അന്വേഷണ സംഘത്തെ കോടതി വിമർശിച്ച ഒരു കേസിനകത്ത് ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചില്ല? ഇവിടെ ലാലിലേക്ക് പോയില്ല. ഇനി വേറൊരു കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് ലാലിനെ സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തി കൃത്യമായി ഈ കാര്യത്തെ പറ്റി അന്വേഷിക്കുകയും കാര്യങ്ങൾ ചെയ്യേണ്ടതിനും പകരം ലാലിനെ സാക്ഷി പോലും ആക്കിയിട്ടില്ല. അവിടെയാണ് അത്ഭുതം. ഈ കേസിനകത്ത് ലാലിനെ സാക്ഷിയാക്കേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് ലാലിലേക്ക് ഈ കാര്യം പോലും എത്തിക്കാതെ ഈ കാര്യത്തെ കൈകാര്യം ചെയ്തത് എന്നുള്ളത് വളരെ ഞെട്ടിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളിലേക്ക്, ചില കാര്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇതും മാർട്ടിൻ പറഞ്ഞ കാര്യങ്ങളും ചേർത്ത് വായിക്കുമ്പോൾ എവിടെയൊക്കെയോ ചില പ്രശ്നങ്ങളില്ലേ എന്നുള്ളത് നമുക്ക് തോന്നും. രണ്ടാമത്തെ കാര്യം, രമ്യ നമ്പീശൻ എന്ന് പറയുന്ന നടിയെ കാണാൻ വേണ്ടിയാണ് ആക്രമിക്കപ്പെട്ട നടി അഥവാ അതിജീവിത വരുന്നത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വരുന്ന നായിക എനിക്ക് അങ്ങോട്ട് വരാൻ വേണ്ടി ഒരു വണ്ടി ഏർപ്പാടാക്കി തരണമെന്ന് ലാലിനെ വിളിച്ച് പറയുന്നു. ലാൽ മീഡിയയിൽ വിളിച്ച് പറയുന്നു എന്നാണ് പറയുന്നത്. ഈ ലാലിനെ വിളിച്ച് പറയേണ്ട കാര്യം എന്താണ്? എനിക്കൊരു വണ്ടി ഏർപ്പാടാക്കി തരണം. ഇനി ഒരു പക്ഷെ അവരുടെ ബന്ധം തമ്മിലായിരിക്കാം എന്ന് കരുതുക. ലാലിനെ വിളിച്ച് പറയുന്നു. അങ്ങനെ ലാലിനെ വിളിച്ച് പറഞ്ഞ് ലാലിന്റെ വീട്ടിലുള്ള അല്ലെങ്കിൽ ലാൽ ക്രിയേഷനിലുള്ള ഒരു വണ്ടി ഇതിനു വേണ്ടി ഏർപ്പാടാക്കി കൊടുക്കുന്നു. അങ്ങനെ ഏർപ്പാടാക്കി കൊടുത്ത് അവർ അതിനു വേണ്ടി പോകുന്നു. അങ്ങനെ പോകുമ്പോൾ ഇവിടെ പൾസർ സുനിക്കും സംഘത്തിനും ഈ വിവരം എങ്ങനെയാണ് കിട്ടിയത്? അതായത് ഇവർ ഇങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത് എങ്ങനെയാണ് കിട്ടിയത്? ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇതിലുണ്ടായിരുന്നു. അതായത് ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ക്യാരക്ടർ ആരാണ്? എന്തുകൊണ്ടാണ് അവരെ ഇതിൽ സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്താഞ്ഞത്? ഇതെന്താണ് ഇവർ തമ്മിലുള്ള കണക്ഷൻ എന്നൊക്കെ ചോദിച്ചിരുന്നു. ആ ശ്രീലക്ഷ്മിയുടെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില ചാനലുകളൊക്കെ ശ്രീലക്ഷ്മിയുടെ ഭർത്താവുമായി ബന്ധപ്പെട്ട ബൈറ്റുകളൊക്കെ എടുത്ത സമയത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ശ്രീലക്ഷ്മിയുടെ ഒരു ശബ്ദ സന്ദേശം കൂടെ പുറത്തു വന്നിരുന്നു. അതിൽ പറയുന്നത് ഒരു വലിയ കാര്യം, ഒരു നല്ല കാര്യം ചെയ്യാൻ പോവുകയാണ്, ആ നല്ല കാര്യം എന്താണ് എന്ന് മാത്രം എന്നോട് ചോദിക്കരുത് എന്നാണ് ഒരുപാട്, അതായത് ഈ കാര്യങ്ങൾ നടക്കുന്നതിന് ഒരുപാട് മണിക്കൂറുകൾ മുമ്പ് ഈ പറയുന്ന പൾസർ സുനി ശ്രീലക്ഷ്മിയോട് പറയുന്നത്. പെട്ടെന്ന് വിളിച്ചു പറഞ്ഞ് ഒരു കാർ ഏർപ്പാടാക്കണമെന്ന് പറഞ്ഞ് ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഡ്രൈവർ ഏർപ്പാടാക്കി കൊടുത്തു എന്ന് പറയുന്ന ലാലിന്റെ മൊഴി രണ്ടാമത് നമ്മൾ തിരിച്ചു ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് മണിക്കൂറുകൾക്ക് മുമ്പ് പൾസർ സുനി ഇന്നൊരു കാര്യം ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞത്?
നടി വിളിക്കുമെന്നും ലാൽ ഇങ്ങനെ ഒരു കാർ ഏർപ്പാടാക്കി കൊടുക്കുമെന്നും അവിടെ മാർട്ടിൻ എന്ന് പറയുന്ന വ്യക്തിയെ തന്നെ അതിലേക്ക് കൊടുക്കുമെന്നും എങ്ങനെയാണ് പൾസർ സുനി അറിഞ്ഞത്? ഇത് ടൈം ട്രാവലിംഗ് ആണോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ട്. ടൈം ട്രാവലിംഗ് നടത്താതെ ഇത് മനസ്സിലാവില്ലല്ലോ. ഇവിടെ വലിയ ചോദ്യങ്ങളാണ് വരുന്നത്. എങ്ങനെയാണ് ഈ പറയുന്ന നടി ലാലിനോട് വണ്ടി ആവശ്യപ്പെടുന്നു, ലാൽ ക്രിയേഷനിലുള്ള ഒരു ഡ്രൈവർ ആയിട്ടുള്ള മാർട്ടിനെ ഏർപ്പാടാക്കുന്നു, അങ്ങനെ അവർ പോകുന്നു, തിരിച്ചു വരുന്നു. അതിന് എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പ് ശ്രീലക്ഷ്മിയോട് പറയുന്നു, ഇന്ന് ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുന്നു. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഇതിൽ വ്യക്തത വരുത്തേണ്ടത് അന്വേഷണ സംഘമായിരുന്നു. പക്ഷെ ആ ഭാഗത്തേക്ക് അന്വേഷണം പോയിട്ടില്ല. ഇതൊക്കെ കൂടെ സൂചിപ്പിക്കുന്നത് എന്താണ്? മാത്രമല്ല ലാലിന്റെ ഒരു ശബ്ദ ശകലം ആ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നതിന് ശേഷം ലാൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന പൾസർ സുനി വളരെ മിടുക്കനായതുകൊണ്ടാണ് പൾസർ സുനിയെ ഡ്രൈവറായിട്ട് വെച്ചത്. ഈ പറയുന്ന ആക്രമിക്കപ്പെട്ട നടിയെ കൂടെ ഗോവയിലേക്ക് പൾസർ സുനി പോയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഗോവയിലേക്ക് പൾസർ സുനി പോയി 2-3 ദിവസം അവിടെ ഷൂട്ട് ചെയ്തു എന്നാണ് ലാല് പറയുന്നത്. 2-3 ദിവസം അവിടെ ഷൂട്ട് ചെയ്തതിനു ശേഷം അവർ തിരിച്ചു വന്നു എന്ന്. എന്നാൽ ഭാഗ്യലക്ഷ്മിയുടെ ഒരു കൃത്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് അവിടെ 30 ദിവസത്തോളം അവിടെ ഉണ്ടായിരുന്നു എന്ന് അതിജീവിത പറഞ്ഞു എന്ന്. ഈ പറയുന്ന പൾസർ സുനിയും അതിജീവിത ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ 30 ദിവസത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത്. 30 ദിവസം ഒന്ന് അതിജീവിതയും 3 ദിവസം മാത്രമെന്ന് ലാലും പറയുന്നതിലെ ആ വ്യത്യാസം, അതും ഈ കേസിലേക്ക് വളരെ കൃത്യമായി വിരൽ ചൂണ്ടുന്ന ഒരു കാര്യമാണ്. ഇനി എന്തുകൊണ്ട് ഗോവയിൽ വെച്ച് ഈ പറയുന്ന കാര്യത്തിൽ, അതായത് ആക്രമിക്കപ്പെട്ട നടിയെ ഈ തരത്തിൽ ഒരു കൊട്ടേഷൻ ആണെങ്കിൽ അത് നടപ്പിലാക്കാൻ ഗോവയിൽ വെച്ച് എന്തുകൊണ്ട് ഇവർ ശ്രമിച്ചില്ല എന്നൊരു പ്രധാന ചോദ്യം ആ സമയത്ത് ഉയർന്നു വന്നിരുന്നു. ആ സമയത്തൊന്നും ഗോവയിൽ വെച്ച് ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം പോലീസിന്റെ ഈ പറയുന്ന ചാർജ് ഷീറ്റിലോ അല്ലെങ്കിൽ കുറ്റപത്രത്തിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും കടന്നു വന്നിട്ടില്ല. ഇത് വലിയൊരു പ്രശ്നമായി വന്നതോടുകൂടി അതിനെ മറികടക്കാൻ വേണ്ടി എന്നോണമാകണം പോലീസ് ഒരു കഥയുണ്ടാക്കി. അതായത് ഗോവയിൽ വെച്ച് പൾസർ സുനി ഈ നടിയെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞൊരു കഥ അവിടെ ഉണ്ടാക്കുകയാണ്. പക്ഷെ അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല എന്ന് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ പ്രതിഭാഗം അവിടെ കൃത്യമായി പൊളിച്ചടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കോടതിയിൽ കണ്ടു. ഇല്ലാത്ത കഥകൾ. അവിടെ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ആക്രമണത്തെ പറ്റി അവിടുത്തെ സെറ്റിലുള്ള ആളുകൾക്ക് അറിയാം, അവിടെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേണ്ടതുണ്ട്. ഈ പറയുന്ന പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തിയെ പിന്നീട് ലാൽ ക്രിയേഷനിൽ ജോലിക്ക് വെക്കരുത്, അങ്ങനെ ജോലിക്ക് വെക്കരുതാത്ത കാര്യമുണ്ട്. അവിടെ പലതരത്തിലുള്ള ഇടപെടലുകൾ അവിടെ ഈ പറയുന്ന ഇതിന്റെ നേതൃനിരയിൽ നിൽക്കുന്ന ആളുകൾ തന്നെ പൾസർ സുനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേരള പോലീസിലും ഗോവ പോലീസിലും അറിയിക്കേണ്ടതുണ്ട്. ഇതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കേരള പോലീസ് പറയുകയാണ്, ഈ സമയത്ത് അന്വേഷണ സംഘം പറയുകയാണ്, അന്ന് അവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ എന്താണ് തെളിവ്? ഒരു തെളിവുമില്ല. ആരെങ്കിലും പറഞ്ഞോ? ഇല്ല, ആരോടും പറഞ്ഞിട്ടില്ല. ആരാണിത് കണ്ടത്? ആരും കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ്? സംഭവമുണ്ട്. ഇതാണ് ഈ കയ്യിലെ രേഖ. ശങ്കരാടി പറയുന്നത് പോലെ ഇതാണ് ആ രേഖ എന്ന് പറയുന്നത് പോലെയാണ് കേരള പോലീസ് ഈ കാര്യത്തിൽ ആ രേഖ ഉണ്ടാക്കിയത്. എല്ലാ ഏകദേശ തെളിവുകളും ഇതാണ് ആ രേഖ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ദിലീപ് കേസിൽ എന്ത് ചെയ്തിട്ടുള്ളത്. കേരള പോലീസ് ഈ പറയുന്ന കേരള പോലീസിനെ മൊത്തമായി ഞാൻ അടച്ചാക്ഷേപിക്കുന്ന ഈ അന്വേഷണ സംഘം ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ളത്. അതായത് കോടതി ഷെയിംലെസ് എന്ന് പറഞ്ഞത് കൃത്യമായി നാണക്കേടാണ് എന്ന് പറഞ്ഞത് ഈ തരത്തിലുള്ള ഫ്രെയിം ചെയ്ത കേസുകളാണ്. ഇവിടെ ഈ തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിൽക്കുമ്പോഴാണ് ലാലിന്റെ മകനിലേക്കും എന്തുകൊണ്ട് അന്വേഷണം പോയില്ല എന്നുള്ള ചോദ്യമുള്ളത്. മാർട്ടിൻ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതില് മാർട്ടിൻ പറഞ്ഞ കാര്യങ്ങളിൽ, ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനി പറഞ്ഞ കാര്യങ്ങളിൽ കൃത്യമായി എന്ത് ചെയ്യാം, അന്വേഷണം നടത്താം. ആ അന്വേഷണത്തിന്റെ പുറത്ത് ദിലീപിനെതിരായ തെളിവുകൾ കെട്ടിച്ചമയ്ക്കാം, അത് കോടതിയിൽ പൊളിഞ്ഞു വീഴാം, ഒരു പൊതുബോധം ഉണ്ടാക്കി വെക്കാം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യാം. പക്ഷെ മാർട്ടിൻ പറഞ്ഞ കാര്യങ്ങൾ അന്വേഷിക്കാൻ പറ്റില്ല. പക്ഷെ മാർട്ടിൻ പറഞ്ഞ കാര്യങ്ങളുമായി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സാദൃശ്യം തോന്നുന്നത് മാർട്ടിൻ പറഞ്ഞ കാര്യത്തോടാണ്. കാരണം മാർട്ടിനാണ് പറയുന്നത് ഇങ്ങനെയുള്ള നാടകമാണ് നടന്നത് എന്ന് മാർട്ടിൻ പറയുമ്പോൾ അതിനോട് ചേർന്ന കാര്യങ്ങളാണ്. അതായത് ഈ നടി ഈ പറയുന്നത് പോലെ ഈ അതിജീവിത കൊച്ചിയിലേക്ക് വരുന്ന സമയത്ത്, ഈ രമ്യ നമ്പീശന്റെ വീട്ടിലേക്ക് വരുമ്പോൾ വണ്ടി ഏർപ്പാടാക്കി തരണമെന്ന് പറയുന്നത് ആരോടാണ്? ലാലിനോടാണ്. അതെന്തുകൊണ്ട്? അങ്ങനെ വണ്ടി ഏർപ്പാടാക്കി തരണമെന്ന് പറഞ്ഞ വളരെ രഹസ്യമായി വെച്ച പെട്ടെന്ന് ഇവിടുത്തെ ഡ്രൈവറെ കൂട്ടി പോയിക്കോളൂ എന്ന് പറയുമ്പോ വണ്ടി വിട്ടോളൂ എന്ന് പറയുന്നിടത്ത് ഒരുപാട് മണിക്കൂറുകൾക്ക് മുമ്പ് എങ്ങനെയാണ് ഇത് കൃത്യമായി പൾസർ സുനി മനസ്സിലാക്കിയത്? ഇതിലൊക്കെ വലിയ ചോദ്യങ്ങളാണ് വരുന്നത്.
പിന്നെ ലാലിനെ എന്തുകൊണ്ട് ഇതിൽ കൃത്യമായി ചോദ്യം ചെയ്തില്ല? മറ്റു ചില പല കാര്യങ്ങളും ലാലിന്റെ വ്യക്തിപരമായ കാര്യങ്ങളായതുകൊണ്ട്, അതായത് കുടുംബപരമായ കാര്യങ്ങളായതുകൊണ്ട് ഞാൻ അത് കൂടുതൽ പറയുന്നില്ല. അത് നമുക്ക് പറയാനുള്ള ഒരു രീതി, ആരുടെയും ഒരു പ്രൈവസിയിലേക്ക് കടന്നു വരുന്നത് ശരിയല്ല, അത് മാധ്യമധർമ്മവുമല്ല. അതുകൊണ്ട് തന്നെ പറയുന്നില്ല. പക്ഷെ ചില കാര്യങ്ങളൊക്കെ എന്താണ് വലിയ തരത്തിൽ വിമർശനങ്ങളായി വന്നിട്ടുണ്ട്. പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ആ തരത്തിലുള്ള കാര്യം അതിപ്പോ ഈ ക്യാമറയ്ക്കുള്ളിൽ പറയാൻ പറ്റില്ല. പക്ഷെ ആ കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘം എന്തുകൊണ്ട് വ്യക്തത വരുത്തിയില്ല? ഇതൊക്കെ വലിയ ചോദ്യങ്ങളായി നിലനിൽക്കുകയാണ്. ഇതിലെ വില്ലൻ ആരാണ് എന്നുള്ളത് കൃത്യമായി ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് പുറത്തു വരുന്നത്.